എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട വാക്കുകളായിട്ടുള്ള ഹാവ്, ഹാസ്, ഹാവിങ് ഇതിൻ്റെ ഉപയോഗങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ഗ്രാമർ അനുസരിച്ച് എപ്പോഴാണ് ഹാവ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഹാസ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഹാഡ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പല ആൾക്കാരും പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പീക്കേഴ്സ് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ് ഈ ഹാവിങ്ങും ഹാഫും ഹാസും ഹാഡൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ പലർക്കും ഹാഡിന്റെ ഉപയോഗം അറിയാം. ഹാഡ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞുപോയ കാലം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഐ ഹാഡ് എ കാർ എന്ന് പറയണം. എനിക്കിപ്പോൾ ഒരു കാർ ഉണ്ട്, എന്നാൽ ഐ ഹാവ് എ കാർ എന്ന് പറയണം. അപ്പം ഐ ഹാഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്, അതായത് പാസ്റ്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഹാഫും അങ്ങനെയുള്ള ഉപയോഗങ്ങളാണ് ഹാഡിനും ഹാഫിനും ഉള്ളത്. ഇനി ഒരുപാട് പേർക്ക് ഹാഡിന്റെ ഉപയോഗം അറിയാം, പക്ഷെ ഈ ഹാഫിങ്ങും ഹാസും ഹാഫും ഇതിന്റെ ഉപയോഗങ്ങളാണ് പലർക്കും അറിഞ്ഞുകൂടാത്തതും വളരെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത്. ഐ ഹാഫിന്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ട്. ഐ ഹാവ് എ ലാപ്ടോപ്പ്, എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്. ഐ ഹാവ് എ വാച്ച്, എനിക്കൊരു വാച്ച് ഉണ്ട്. ഐ ഹാവ് എ പെറ്റ്, എനിക്കൊരു പെറ്റ് ഉണ്ട്. ഇതെല്ലാം പ്രസന്റ് ടെൻസിലാണ്, അതായത് ഇപ്പോൾ ഉള്ള കാര്യങ്ങളാണ്. ഇനി ചില ആൾക്കാർ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പം ഹാവ് എന്ന് പറയേണ്ടടുത്ത് ഹാവിങ് എന്ന് പറയും, HAVING എന്ന് പറയും. അവിടെയുള്ള മിസ്റ്റേക്കാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രിയ, അതായത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെർബ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഹാവിങ് എന്ന് പറയുന്നത്. ഇപ്പം ഐ ആം ഹാവിങ് എ കാർ എന്ന് പറയാൻ തെറ്റാണ്. ഐ ആം ഹാവിങ് എ കാർ എന്ന് പറയാൻ തെറ്റാണ്. ഐ ഹാവ് എ കാർ എന്ന് വേണം പറയാൻ. എനിക്കൊരു കാർ ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ കാർ എന്ന് പറയണം. അല്ലെങ്കിൽ എനിക്കൊരു വീടുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ ഹൗസ് എന്ന് പറയണം. അല്ലാതെ ഐ ആം ഹാവിങ് എ കാർ, അല്ലെങ്കിൽ ഐ ആം ഹാവിങ് 2 sons, അല്ലെങ്കിൽ ഐ ആം ഹാവിങ് പെറ്റ് എന്നൊക്കെ പറയാൻ തെറ്റാണ്. ഹാവിങ് എന്ന് പറയാൻ പാടില്ല. ഈ ഹാവിങ് എപ്പോഴാണ് പറയേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ എന്തൊരു ഒരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വെർബിനെ സൂചിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാവിങ് എന്ന് പറയാം. ഉദാഹരണം, ഐ ആം ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഞാനിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഐ ആം ഹാവിങ് എ പാനിക് അറ്റാക്ക്, എനിക്കൊരു പാനിക് അറ്റാക്ക് ഉണ്ട് എന്ന് പറയാം. ഇനി ഐ ആം ഹാവിങ് എ പാർട്ടി, ഞാൻ ഇപ്പോൾ ഒരു പാർട്ടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, ഈ ഐ ആം ഹാവിങ് എ പാർട്ടി അല്ലെങ്കിൽ ഐ ആം ഹാവിങ് എ ലഞ്ച്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു ആക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഇവന്റ് ആണ്. ഇങ്ങനെയുള്ള ആക്ഷൻസോ ഇവന്റോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐ ആം ഹാവിങ് എന്ന് പറയാൻ പറ്റും. ഇനി ബാക്കിയുള്ള സാഹചര്യങ്ങളിൽ, അതായത് ഇപ്പം പ്രസന്റ് ടെൻസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലാത്തടത്ത് ഹാവിങ് എന്ന് പറയാൻ പാടില്ല. ഇപ്പം ഐ ആം ഹാവിങ് എ കോഫി, ഞാൻ ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കോഫി കുടിച്ചു. ഐ ആം ഹാവിങ് എ ടീ, ഞാൻ ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഹാവിങ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അവിടെ തെറ്റാണ്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ. ഇപ്പൊ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കഴിക്കാനുള്ള ആഹാരം കൊണ്ടുവച്ചിരിക്കുകയാണ്, എന്നാൽ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. പക്ഷേ ഐ ആം ഹാവിങ് എന്ന് പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ പറയാൻ പറ്റൂല. കാരണം ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കണം എന്നാണ് അർത്ഥം. ഇപ്പൊ എന്റെ ഫുഡ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടെങ്കിൽ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണം. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണം. ഹാവിങ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഹാവ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഹാഡ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലായി. ഇനി ഹാസിന്റെ ഉപയോഗമാണ് പറയാൻ പോകുന്നത്. നമ്മളൊരു തേർഡ് പേഴ്സൺ സിംഗുലാർ വരുമ്പോഴാണ് ഹാസ് എന്ന് പറയുന്ന പദം യൂസ് ചെയ്യേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ ഷീ ഹാസ് എ കാർ, ഷീ ഹാസ് എ കാർ എന്ന് പറയണം. അതായത് അവർക്ക് ഒരു കാർ ഉണ്ട്, ഷീ ഹാസ് എ കാർ. ഷീ ഹാസ് എ കാർ എന്ന് പറയാൻ പാടില്ല. ഹാഫ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പം ഹാഫ് എന്ന് പറയാം. പക്ഷെ ഒരു തേർഡ് പേഴ്സണെ കുറിച്ച്, ഒരു സെക്കൻഡ് പേഴ്സൺ സംസാരിക്കുമ്പോൾ ഹാസ് എന്ന് പറയുന്ന പദം യൂസ് ചെയ്യണം. ഷീ ഹാസ് എ ഹൗസ്, അവക്കൊരു വീടുണ്ട്. അപ്പൊ അവിടെ ഹാസ് പറയണം. അപ്പം തേർഡ് പേഴ്സൺ, അതായത് മൂന്നാമതൊരാളിനെ കുറിച്ച് രണ്ടാമത്തെ ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ ആളിനെ കുറിച്ചാണ് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഹാസ് എന്ന് പറയുന്ന പദമാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ്
എ വൈഫ്. അവൻ ഒരു ഭാര്യയുണ്ട്. പക്ഷെ അവിടെ ഷീ ഹാവ് എ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹി ഹാവ് എ വൈഫ് എന്ന് പറയാൻ പാടില്ല. ഹാവ് നിങ്ങളെ കുറിച്ച് സ്വന്തമായിട്ട് പറയുമ്പോൾ ഹാവ് പറയാം. ഇനി തേർഡ് പേഴ്സൺ വരുമ്പോൾ ഇവിടെ എല്ലായിടത്തും തേർഡ് പേഴ്സൺ വന്നു കഴിയുമ്പോൾ അവിടെ ഹാസ് എന്ന് പറയില്ല, ചിലടത്ത് ഹാവ് എന്ന് പറയും. അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, തേർഡ് പേഴ്സൺ സിംഗുലാർ ആണെങ്കിലാണ് അല്ലെങ്കിൽ ഏകവചനം ആണെങ്കിലാണ് ഹാസ് എന്ന് പറയുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് തേർഡ് പേഴ്സൺ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഹാവ് എന്ന് പറയുന്ന പദമാണ് യൂസ് ചെയ്യേണ്ടത്. അല്ല, ഒരു ഉദാഹരണം പറഞ്ഞാൽ ദേ ഹാവ് വില്ലേജ്, അവർക്കൊരു വില്ലേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദേ, അപ്പോൾ എന്ത് പറയണം? കറക്റ്റായിട്ട് പറയേണ്ടത് ദേ ഹാവ് എ വില്ലേജ് എന്നാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് എ ചർച്ച്, അവർക്ക് ഒരു പള്ളിയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഐ ഹാവ് എന്ന് പറയും പോലെ ദേ ഹാവ് എന്ന് പറയണം. ഇപ്പം തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് തേർഡ് പേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഹാസ് എന്ന് പറയാൻ പാടില്ല, ഹാവ് എന്ന് വേണം പറയാൻ. ഇങ്ങനെയാണ് ഹാഡും ഹാസും ഹാവിങ്ങും ഇങ്ങനെയുള്ള പദങ്ങൾ, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹാവും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. താങ്ക് യു.